പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് മുനമ്പത്ത് നടന്ന താങ്ക് യു മോദി പരിപാടിയിലും നിരാശരായി മുനമ്പം ജനത. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൽ നിന്ന് ഗുഡ് ന്യൂസ് ആണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ അതുണ്ടായില്ലെന്നും മുനമ്പം സമരസമിതി പ്രതികരിച്ചു. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വഖഫ് ഭേദഗതി മാത്രമാണെന്നായിരുന്നു BJP പ്രചാരണം. പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്ന മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്ന മുനമ്പം സമരപന്തലിലേക്ക് കിരൺ റിജിജു എത്തി. മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കാൻ നിയമപോരാട്ടം തുടരണമെന്നും റവന്യൂ അവകാശങ്ങൾ എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി. So now as a minister, I will not say that the High Court order is redundant. I have to honor the judicial pronouncement. But it is challengeable in the Supreme Court. Now with the existing new act, new provisions, with the supporting provisions which we have made, now it is easily challengeable in the Supreme Court. കേന്ദ്രമന്ത്രിയിൽ നിന്ന് പരിഹാര പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്ന മുനമ്പം സമരജനതയ്ക്ക് വീണ്ടും നിരാശ. പ്രതീക്ഷിച്ച ഗുഡ് ന്യൂസ് ഉണ്ടാകാത്തതിൽ ആശങ്കയറിയിച്ച് മുനമ്പം സമരസമിതി. തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു. ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞു, പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്, 3 ആഴ്ചകളെങ്കിൽ അതിന് വേണ്ടി വരും. അത് കഴിയുമ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു മോദി പരിപാടിയിൽ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനും നേതാക്കളുമെല്ലാം തങ്ങൾ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ചു. 185 ദിവസം പിന്നിടുന്ന സമരപ്പന്തലിൽ ഇനി എത്ര നാൾ കൂടിയെന്നതാണ് മുനമ്പത്തെ ജനങ്ങളുടെ ചോദ്യം. റിപ്പോർട്ടർ, കൊച്ചി.